ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തീയ സോദരി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സ്റ്റഡി കഥാപാത്ര പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനം. എനിക്ക് ഇങ്ങനൊരു സാവകാശം തന്ന പ്രിയ സഹോദരിമാരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ക്യാരക്ടർ സ്റ്റഡിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശിയ രാജാവാണ്. യോശിയ രാജാവ് യഹൂദ രാജ്യത്തിൻ്റെ 16ാം രാജാവായിരുന്നു. ശലോമോൻ്റെ കാലം കഴിഞ്ഞ് ഇസ്രായേൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഒന്ന് യഹൂദ രാജ്യവും മറ്റേത് ഇസ്രായേൽ രാജ്യവും. യോശിയ യഹൂദ രാജാവായിരുന്നു. യോശിയ എന്ന വാക്കിൻ്റെ അർത്ഥം യാഹ്വേ സപ്പോർട്ട്സ്, യഹോവ ബലപ്പെടുത്തും. തൻ്റെ പിതാവ് ആമോൻ രാജാവായിരുന്നു. ആമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഹിഡൻ, മറഞ്ഞിരിക്കുന്നത് എന്നാണ്. തൻ്റെ മാതാവ് ആരായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ ജദീദ എന്നായിരുന്നു തൻ്റെ മാതാവിൻ്റെ പേര്. ജദീദ എന്ന വാക്കിൻ്റെ അർത്ഥം ബിലവഡ്, പ്രിയപ്പെട്ടവൾ എന്നായിരുന്നു. തൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് മനേശ രാജാവായിരുന്നു. മനേശ എന്ന വാക്കിൻ്റെ അർത്ഥം ഫൊർഗോട്ടൺ, മറന്നു കളഞ്ഞു എന്നാണ്. യോശിയ രാജാവിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ 2 രാജാക്കന്മാർ 22ഉം 23ഉം അധ്യായങ്ങൾ, അതുപോലെ 2 ദിനവൃത്താന്തം 34ഉം 35ഉം അധ്യായങ്ങളിൽ കാണുവാൻ സാധിക്കും. 2 Kings chapter 22 and 23 and 2 Chronicles chapter 34 and 35. യോശിയ രാജാവിനെ കുറിച്ച് നേരത്തെ തന്നെ ദൈവാത്മാവ് മുഖാന്തരം ഒരു പ്രവചനം കൊടുത്തിരുന്നു. അത് നമുക്ക് 1 രാജാക്കന്മാർ 13-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യെരോബിയാം രാജാവിൻ്റെ കാലത്ത് വിഗ്രഹാരാധനയും അതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള സമയത്താണ് ഈ പ്രവചനം കൊടുത്തിരുന്നത്. ആ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യെരോബിയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അവൻ യഹോവയുടെ കൽപ്പനയാൽ യാഗപീഠത്തോട്, യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിൽ യോശിയ എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യ അസ്ഥികളെ നിന്റെ മേൽ ചുട്ടുകളയും ചെയ്യും എന്ന് വിളിച്ചു പറഞ്ഞു. ഇതായിരുന്നു യോശിയ രാജാവിനെ കുറിച്ചുള്ള പ്രവചനം. അതിൻ്റെ ഫുൾഫിൽമെൻറ്റ് അല്ലെങ്കിൽ നിവൃത്തി നമുക്ക് 2 രാജാക്കന്മാർ 22-ൻ്റെയും 23ഉം അധ്യായങ്ങളിൽ കാണാം. യോശിയുടെ കാലത്ത് ജീവിച്ചിരുന്ന പ്രവാചകന്മാരായിരുന്നു സെഫന്യായും യെരമ്യ പ്രവാചകനും. അതുപോലെ ആ കാലത്തിലെ പുരോഹിതൻ ഹിൽക്കിയ പുരോഹിതനായിരുന്നു. യോശിയ രാജാവിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് ആമുഖമായിട്ടൊന്ന് ചിന്തിക്കാം. 1, നന്നാ ചെറുപ്പത്തിലെ രാജാവായി തീർന്ന ഒരാളായിരുന്നു യോശിയ. 8ാം വയസ്സിൽ രാജ്യസ്ഥാനത്ത് താൻ എത്തിച്ചേർന്നു. മാത്രമല്ല അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി ഡിഡ് വാട്ട് വാസ് റൈറ്റ് ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന് ഇഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്ത ഒരു രാജാവായിരുന്നു യോശിയ രാജാവ്. 3ാമത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹി ഹേറ്റഡ് ഐഡൽ വർഷിപ്പ്. വിഗ്രഹാരാധന വെറുക്കുകയും അതിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു രാജാവായിരുന്നു യോശിയ രാജാവ്. മാത്രമല്ല അവൻ ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ല. അവൻ ദൈവവചനം പ്രകാരം നടന്ന ഒരു രാജാവായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇത് ആമുഖമായി ചില കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിച്ചു.
വരും ക്ലാസ്സുകളിൽ നമുക്ക് മുൻപോട്ട് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.